കൈ കൊടുക്കാതിരിക്കൽ പരിപാടിക്ക് നമുക്കിപ്പോൾ ഒരു എതിരാളിയും കൂടി കിട്ടിയല്ലോ, ബംഗ്ലാദേശ്. അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ക്രിക്കറ്റ് പ്രശ്നം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മാച്ച് ഇന്നലെ നടന്നത്. ത്രില്ലർ, കണ്ണഞ്ചിപ്പിക്കുന്ന ത്രില്ലർ മക്കളെ. ടോസ് ഇടാൻ നേരത്തെ ആക്ച്വലി നമ്മുടെ ക്യാപ്റ്റൻ ആയുഷ് മാത്ര ബംഗ്ലാദേശ് ക്യാപ്റ്റന് കൈ കൊടുക്കാതെയൊക്കെ പോയി ചെറിയ രീതിയിൽ അലമ്പ് ആണ്. ഒരു സുഖമില്ലാത്ത രീതിയിലാണ് കളി തുടങ്ങിയത്. ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോഴും അത്ര സുഖകരമല്ലായിരുന്നു കാര്യങ്ങളൊക്കെ. ആകെ വൈഭവ് സൂര്യവംശിയും അഭിഗ്യാൻ കുണ്ടു കനിഷ്ക് ചൗഹാനും മാത്രമേ 2 അക്ക സംഖ്യ കണ്ടുള്ളൂ. 48 ഓവറിൽ 238 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശ് ആദ്യം ഒരു വിക്കറ്റ് പോയെങ്കിലും പിന്നീട് പതുക്കെ ഒരു പിക്കപ്പ് ആവാൻ തുടങ്ങി. അത്യാവശ്യം റൺ റേറ്റിൽ തന്നെയാണ് അവർ കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ കയറി പോകുന്നതിനിടയിൽ ഒരു മഴ അങ്ങോട്ട് പെയ്തു. മഴയുടെ ബ്രേക്ക് അല്പനേരം നീണ്ടു വന്നു. അതുകൊണ്ട് തന്നെ ഈ ടാർഗറ്റ് ഡക്വർത്ത് ലൂയിസ് പ്രകാരം റിവൈസ് ചെയ്തു. 29 ഓവറിൽ ബംഗ്ലാദേശിന് ജയിക്കാൻ 165 എന്നാക്കി കൊടുത്തു. അപ്പോഴും ബംഗ്ലാദേശിന് തന്നെയാണ് ചാൻസ്, കാരണം 8 വിക്കറ്റ് ബാക്കിയുണ്ട്. അതായത് ബംഗ്ലാദേശ് ജയിച്ചു എന്ന ലെവലിൽ നിൽക്കുകയാണ്. മക്കളെ, ഇന്ത്യൻ പിള്ളേരുടെ ഒരു മാസ്മരിക പ്രകടനം, കിട്ടില്ലൻ ഫീൽഡിങ്, കിട്ടില്ലൻ ബൗളിങ്, അൺബിലീവബിൾ ക്യാച്ചസ്, പറയാതിരിക്കാൻ പറ്റില്ല. ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്നത് അതിനുള്ള ഉദാഹരണം ഇന്നലത്തെ നമ്മുടെ ഈ പിള്ളേരെ കളി കണ്ടാൽ മതി. ഒരു റണ്ണ് പോലും അവർ എക്സ്ട്രാ കൊടുത്തിട്ടില്ല. കിട്ടുന്ന ക്യാച്ചിന്റെ അവസരങ്ങളൊക്കെ ചാടി പിടിച്ചു. വൈഭവ് സൂര്യവംശിയുടെ ബൗണ്ടറി ലൈനിൽ നിന്നും സൂര്യകുമാർ യാദവിനെ അനുസ്മരിപ്പിക്കുന്ന ക്യാച്ച്, വിഹാൻ മൽഹോത്രയുടെ അവസാനത്തെ ഡൈവിംഗ് ക്യാച്ച്, അൺബിലീവബിൾ ക്യാച്ച്. ഇന്ത്യ കളി ജയിച്ചു 18 റണ്ണിൽ നിന്ന്. ബംഗ്ലാദേശിന്റെ കാര്യങ്ങൾ ആലോചിക്കണം. 8 വിക്കറ്റ് ബാക്കി നിൽക്കുകയാണ്. അവർ മഴയ്ക്ക് ശേഷം ഈ ചെറിയ സ്കോർ ലക്ഷ്യമാക്കി ഇറങ്ങിയെങ്കിൽ അവിടെ മുതൽ വിക്കറ്റ് പോകാൻ തുടങ്ങി. 106-3, 124-4, 126-5, 129-6, 138-7, 143-8, 144-9, 146 അങ്ങനെ വേണ്ട നമ്മൾ ആഗ്രഹിച്ചൊരു വിജയം ബംഗ്ലാദേശിനോട് നേടിയെടുത്തിരിക്കുകയാണ്. ടോസ് ഇടാൻ നേരത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ കയ്യിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും ഈ വിജയാഹ്ലാദത്തിന്റെ പുറത്തെ പിള്ളേരല്ലേ, 18, 17, 14 വയസ്സുള്ള പിള്ളേരൊക്കെ കളിക്കുന്നത്. അവർ ഈ കാര്യമൊക്കെ മറന്നുപോയി. എന്ത് നയതന്ത്രം, എന്ത് ഇഷ്യൂ. അവർ പോയി കുറേ പേരൊക്കെ ബംഗ്ലാദേശ് താരങ്ങൾക്ക് കൈ കൊടുക്കുന്നത് കണ്ട്. നല്ലതാണ് മക്കളെ. ആ ഒരു നിഷ്കളങ്കത്വമാണ് നമ്മൾ തുടരേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ഈർഷ്യയൊക്കെ വെച്ച് കൈ കൊടുക്കാതിരിക്കുക, മുഖത്ത് നോക്കാതിരിക്കുക, അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ ഇതുപോലെ എതിരാളി ഫീൽഡിൽ ടച്ച് തകർത്തട്ടെ.